ഹലോ മൈ ഡിയേഴ്സ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു എനർജി എന്താണ്, അല്ലെങ്കിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇപ്പോൾ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് കറൻ്റ്ലി നോ കോൺടാക്റ്റിലോ സെപ്പറേഷൻ ഫേസിലൊക്കെ മുന്നോട്ട് പോകുന്ന വ്യക്തിയുടെ എനർജിയാണ്. കാരണം ഈ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ടൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ദൃഢമായിട്ടുള്ള ബന്ധം കറൻ്റ്ലി ഇല്ലാത്ത ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പാണ്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നില്ല, നിങ്ങളെ മാറി നിന്ന് വീക്ഷിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് അവർക്ക് എന്തൊക്കെയോ ചില തടസ്സങ്ങളുണ്ട്. അത് മാറിയ ശേഷം വരാം എന്നുള്ള രീതിയിൽ നിങ്ങളെ നോക്കിക്കാണുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി, അവർക്കൊരു ഫിയറിങ്, ആങ്സൈറ്റി എല്ലാം നമുക്കിവിടെ കാണാം. തീർച്ചയായിട്ടും ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാറി നിന്ന് നോക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് വീണ്ടും മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാനായിട്ട്, ഒരു പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് വരാനായിരിക്കാം അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ ഇനി മുന്നിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ചില സിറ്റുവേഷൻസ് ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ടാവാം. മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ള ഒരു ക്ലിയർ പിക്ചർ ഇല്ലാത്ത ഒരു വ്യക്തിയും കൂടിയാണ്. നിങ്ങൾ ഏത് തരത്തിലാണ് അവരെ നോക്കിക്കാണുന്നതെന്ന് അവർക്ക് വലിയൊരു ധാരണയില്ല. അപ്പോൾ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഇല്ലാതെ, അവരുടെ ഒരു സാന്നിധ്യം ഇല്ലാതെ വളരെ കംഫർട്ടായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി അവർ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ആക്റ്റീവ് ആകണം എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ അതിനുള്ള എന്തോ ഒരു ധൈര്യക്കുറവും ഈ ഒരു പേഴ്സണുണ്ട്. ഒരുപക്ഷെ കുറച്ചധികം നാളുകളായിട്ട് നോ കോൺടാക്റ്റിലൊക്കെ പോകുന്നവർക്കായിരിക്കും ഇത് ഹൈലി റെസണേറ്റ് ആവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തിയുമായിട്ട് വീണ്ടും നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് വേണമെന്ന് അവർ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. നന്ദി അറിയിക്കുക.